ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അയ്യോ, ഇവിടുത്തെ ഉടുമ്പൻചോല പോവാ സൈക്കിളിൽ. അയ്യോ മടുപ്പ. അയ്യോ, മഴ പെയ്തുകൊണ്ട് നല്ല നനവ. സൂക്ഷിച്ചില്ലേ പണി കിട്ടും. തെന്നോളത്തനുസരിച്ചുള്ള വെള്ളം. പിന്നെ വണ്ടികൾ വരും, അത് ശ്രദ്ധിക്കണം. ഓരോന്നുണ്ട്. അയ്യോ തളർന്നു. വണ്ടി ഉള്ളപ്പോൾ നമുക്ക് സൈഡിൽ മതിയോ. കണ്ടോ എന്നാന്ന് വെച്ചാൽ മരമൊക്കെ ഒടിഞ്ഞ് ഇവിടെ ഏറ്റവും കൂടുതൽ വിഷയം മരം. മഴ തുടങ്ങിയിട്ടുണ്ട്. അത് ശരി, മഴ കഴിഞ്ഞെങ്കിൽ കാണാം കേട്ടോ. ഇടയ്ക്ക് മഴ ഇല്ലെങ്കിൽ ഞാൻ എടുത്തു വെച്ച് വീടെടുക്കുന്നതാണ്. ഓക്കെ. പിന്നെ ഒക്കെ താഴെ സ്റ്റീറിനെ കൊണ്ട് ചാരി വെച്ചാൽ പോയതാ മോനെ. അവിടെ നോക്കി ഓടിക്കണം. എന്നെ വേള ഇപ്പം എത്രയാ? 3 2 കണ്ട് ആയി പോകാൻ തുടങ്ങിയിട്ട്. വണ്ടി വന്നാൽ പോയിട്ടു. ശരി, എന്നാ ഇനി ഈ വളമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് കാണാം. അപ്പം വളമൊക്കെ കഴിഞ്ഞ് കുറേ എത്തി. മടുത്തു. ഒന്ന് നടക്കാം കുറച്ച്. നമുക്ക് നടന്നാലും ഞങ്ങൾ ഇച്ചിരി കയറ്റമുണ്ട്, ഇച്ചിരി പാടാ. അതുകൊണ്ട് നടന്ന് വയ്യ കയറാം. ഇത് കാണുന്നവര് ഈ വീഡിയോ കാണുന്നവര് ഉടുമ്പൻചോല ഭാഗം അറിയാമെങ്കിൽ അവർ ലൈക്ക് ചെയ്യേണ്ടതാണ്. മടുപ്പാണ്. അയ്യോ, കൈ തന്നെ പിടിക്കണം. പിടിച്ചില്ലെങ്കിൽ പക്കം വാർത്തയില്ല. അതുകൊണ്ട് മടുപ്പ്. എല്ലായിട്ടും മിണ്ടാനൊന്നും പറ്റില്ല. കയറ്റത്തിങ്ങനെ പോകുമ്പോൾ മിണ്ടിയാൽ തൊണ്ടയ്ക്ക് പോലും പറ്റും. അയ്യോ, സൈഡ് ബ്ലാക്ക് വരുന്നത് ക്യാമറ കവർ ഇട്ടേക്കുന്നത്, ഫോണിൻ്റെ കവർ കൂടുന്ന അതൊരു ബ്ലാക്ക് ഷാഡോ പോലെ സൈഡിൽ കാണുന്നത്. പിന്നെ ഒരു കേസ് പറയാം, നിങ്ങൾ ലൈക്കും
ഷെയർ സബ്സ്ക്രൈബും ചെയ്യണം. സബ്സ്ക്രൈബ് അടിക്കുമ്പോൾ നിങ്ങൾക്ക് കൈക്ക് ഒന്നും പറ്റില്ലല്ലോ, അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക ഉറപ്പായിട്ടും. നിങ്ങൾക്ക് സൈക്കിൾ റൈഡ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണമെങ്കിൽ സൈക്കിളിൻ്റെ വീഡിയോ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. എന്നാലും ഇടയ്ക്ക് അങ്ങോട്ടേക്ക് ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഇടാം. എന്നാൽ ലൈക്ക് വേണം, എന്നാലേ പറ്റൂ. അയ്യോ, നീ കയറ്റണം കഴിഞ്ഞ് പിന്നെ ഇറക്കാം സുഖം. പക്ഷെ ഒറ്റ ബ്രേക്കും പറ്റുന്നുണ്ട്, എങ്ങനെ പോകുന്ന എനിക്ക് പറഞ്ഞോളാം. മടുത്തു. അതുണ്ടോ, ഒന്നില്ല ഒന്നുണ്ട് എന്ന രീതിയിലാണ് ഇത് മുറ്റാണ് ഞാൻ പോകുന്നത്. പിന്നെ വേളെ ചെവിയിൽ കാറ്റടിച്ചാണ് തോന്നുന്നു. ചെവിയിലെടുക്കുന്നു രണ്ടും. എന്താണ് ആവുക? അയ്യോ, എത്താറായി. ഞാൻ കയറ്റം അവസാനിച്ചു. തിരിച്ചൊരു സുഖം. വളം കയറ്റിയ പിന്നെ ഇറക്കിറങ്ങി നേരെ പോയാൽ ഒരു വളവും താണ്ടി പോയി. പിന്നെ അങ്ങോട്ട് ചെറിയ കയറ്റം, അതിന് പിന്നെ നിരപ്പ്. വീട്ടിൽ തോന്നണേ അവസാനം ഇനി ഇറക്കിറങ്ങി സിറ്റി എത്താറാകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റും, എടുക്കാം. ഓക്കെ, ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഗായ്സ്, ഉടുമ്പൻചോല അത് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഉടുമ്പൻചോല സിറ്റി പോയായിരുന്നു. ഇപ്പോൾ തിരിച്ചു പോവാം. ഉണ്ടോ, ഇനി തിരിച്ചു പോകണം. അപ്പം പോയ കാര്യം നടന്നു, പക്ഷേ ഒരെണ്ണം നടന്നില്ല. ഇനി തിരിച്ചു പോകണം. ഞാൻ അവിടെ കയറ്റമൊക്കെയാണ്. അപ്പോൾ ഈ തള്ളി കയറ്റി അങ്ങനെയൊക്കെ കൊണ്ടുപോകണം. ഒന്നില്ലേ ഒരു വഴി. അപ്പം ഞാൻ കയറ്റം കയറി ഇറക്കം എത്തുമ്പോഴൊക്കെ നമ്മൾ ലാസ്റ്റ് വീഡിയോ വന്നില്ലേ, ആ കയറ്റം അവിടെ എത്തുമ്പോൾ വീഡിയോ എടുക്കാം. ഓക്കെ ഗായ്സ്, വീണ്ടും സ്വാഗതം. ഇനി അങ്ങോട്ട് തള്ളിക്കൊണ്ടിരിക്കുക. പിന്നെ വേറെ ഒരു പണി കിട്ടിയതെന്ന് വെച്ചാൽ, ഇപ്പോൾ വണ്ടി ചെറിയ പണികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എന്നെ കിട്ടിയെന്ന് വെച്ചാൽ ഇതുണ്ടോ, ഇത് വെള്ളുകളുണ്ടോ, കളിക്കും. അതുകൊണ്ട് ചവിട്ടാനൊക്കെ ഇച്ചിരി പ്രയാസമേറിയതാണ്. ഉണ്ടോ, ഇതൊക്കെ അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇച്ചിരി വെള്ളം തെറിക്കാതിരിക്കാൻ. ബാക്കിൽ എന്തായാലും അടിക്ക് കിട്ടും. ഫ്രണ്ടിൽ നിന്ന് ഇത്തിരി വെള്ളം തെറിക്കണ്ടെല്ലാം ഓർത്ത് കണ്ട ഒരു ഇതെടുത്ത് വെച്ചതാണ്. കണ്ടില്ലേ, ഇനി അങ്ങോട്ട് പോകുമ്പോൾ തള്ളണം. അങ്ങോട്ട് വരുമ്പോൾ ചവിട്ടിയോ വരാൻ പറ്റുള്ളൂ. എന്നെ ഇങ്ങോട്ട് വരുമ്പോൾ എന്നെ സുഖം, അങ്ങോട്ട് പോകുമ്പോൾ പാട്. അയ്യോ, മടുപ്പാ. പക്ഷേ മടുപ്പാന്ന് പറയും, പക്ഷേ സൈക്കിളോട്ട് പോകുമ്പോൾ ഒരു സുഖമുണ്ട്. പക്ഷേ എനിക്ക് ഒത്തിരി നാളായിട്ട് കയറ്റൊന്നും ചവിട്ടാത്തതിൻ്റെ ഒരു ഇതുണ്ട്. പിന്നെ സൈക്കിളിൻ്റെ പണി ഫ്രണ്ട് ഡിസ്കൊക്കെ പിടിച്ച് ഇരിക്കും. അതുകൊണ്ട് പിന്നെ ഇച്ചിരി പാടാം. എണ്ണയൊക്കെ ഇട്ടാണ് അതൊന്ന് വഴിക്കെടുക്കുന്നത്, ഓടിക്കാൻ പറ്റുന്നത്. കുറേ പണി കിടക്കില്ല, തുരുമ്പെടുത്ത് ഈ പണി കിടന്നിട്ടും ഇതുകൊണ്ട് ഓടിക്കണേല വെച്ച് കാടിഞ്ഞും കയറിയതാണ്. ഇതാണ് ഞാൻ വന്ന മറ്റേ വളവ് എന്നൊക്കെ പറഞ്ഞു, അതിറക്കം. ആ വളവ് അപ്പോൾ നമ്മൾ ഇറക്കൊക്കെ കഴിഞ്ഞ് തിരിച്ചു കയറ്റത്തേക്ക് എത്തിയുണ്ട്. പൊന്നോ, ഇടുക്കി. അയ്യോ, എനിക്ക് ചവിടാൻ പറ്റില്ല, വീണു പറഞ്ഞില്ലേ. കയറ്റത്തിന് ഫോണും പിടിച്ച് ചവിടാൻ ഇത്തിരി പാടാ.
മഴയും പെയ്യും എന്തൊക്കെയോ ഓരോ സ്ഥലത്ത് മരം വീഴ്ച, ഉരുൾപൊട്ടൽ എല്ലാം നിർത്തത്. ബട്ട് 7 മണി ഉണ്ടായില്ല. ഫോണേ പിടിക്കാൻ പറ്റില്ല. പറയുക കയറ്റിയേക്കാം. അങ്ങനെ ഇവിടെ കണ്ടോ, ഇവിടെ എത്തി. ഇനി ഇവിടുന്ന് കയറി പോകാം. നമ്മൾ വന്നപ്പോൾ ആ വലിയ വളമില്ല, ആ വളമാണിത്. അവിടെ നിർത്തിയതാ. പിന്നെ ഇവിടെ കഴിഞ്ഞ് എവിടെയാ ഓക്കെ ഏറ്റവും കണ്ട് എത്തിയപ്പോഴാണ് ഞാൻ തുടങ്ങി. അത്രയും ഡിസ്റ്റൻസ് ഇപ്പോഴും ഇറക്കം തന്നെ സ്പീഡ് വരുന്നു. പറയണ്ട. പിന്നെ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടില്ലോ എന്ന് കമൻറ്റും കൂടി അറിയിക്കേണ്ടതാണ് എന്ന് ഞാൻ അറിയിക്കുന്നു. ഓക്കെ, ഇവിടുന്ന് ചവിട്ടാൻ പറ്റുകയൊക്കെ ചെയ്യുമ്പോൾ വണ്ടി എടുത്തുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റും. നോക്കാം പറ്റുമെങ്കിൽ അതിന് മുമ്പ് അയ്യോ പറ്റുന്നില്ലേ, വീടെടുക്കാൻ പറ്റില്ല. കയറ്റം ചവിട്ട് വന്ന വഴിയിൽ വന്നപ്പോൾ ഒരു കുഴപ്പമില്ലാതെ വീടെടുത്തു. അവിടെ പോകുമ്പോൾ തീരെ പറ്റുന്നില്ല. എന്തായാലും ഈ വളമൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് ആക്കിയെടുക്കാം എന്നാണ് എൻ്റെ നിഗമനം. നോക്കട്ടെ. എന്നാൽ ഞാൻ കാര്യം കഴിയട്ടെ, അല്ലാതെ എടുക്കാൻ പറ്റില്ല. അത് പിന്നെ മറ്റേ ഇത് ശരിയാക്കുമായിരുന്നു. പെടൽ ഇളകി കിടന്നൊന്ന് ഒരു ഇത് വെച്ചടിച്ച് കല്ല് വെച്ചടിച്ച് അതൊന്ന് ശരിയാക്കി. ഇനി കയറ്റം കഴിഞ്ഞ് ഇനി ഇത് കഴിഞ്ഞ് ഇതുപോലെ ഒരു വലിയ വളം കൂടി അപ്പുറമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ മുമ്പ് കണ്ടതേ ഈ വളവ് പോലെ തന്നെ കൊണ്ടുവരണം. അയ്യോ, ഇതിൻ്റെ മണ്ടക്കൂടെ റോഡ് പോകുന്നുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ എന്നെ കാണിക്കാം. കാണിക്കാൻ പറ്റുന്നില്ല. ഞാൻ 0.5 ഇട്ടേക്കുന്നതുകൊണ്ട് സൂം ചെയ്യാൻ പറ്റുന്നില്ല. അതിൽ കാണിക്കാമായിരുന്നു. അല്ല, ഇനി ഇവിടുന്ന് കയറി ഏതോ ഒരു വലിയ വണ്ടി വരുന്നുണ്ട്. കാറിൽ ഓട്ടോ വരുന്നുണ്ട്. പക്ഷെ കാണിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ വണ്ടിക്ക് കയറാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ വളം കൂടെയും കഴിഞ്ഞാൽ പിന്നെ ഇറക്കുക. കുറച്ച് കണക്കെ നമുക്ക് സുഖമായിട്ട് പോകാം. പറപ്പൊക്കെ ഉണ്ടെങ്കിൽ പറപ്പിക്കാം, എന്നെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ വിഷയം എന്ന് വെച്ചാൽ ഒറ്റ ബ്രേക്കേ ഉള്ളൂ. അതനുസരിച്ച് വേണം പറപ്പിക്കാനും എല്ലാത്തിനും. അല്ലെങ്കിൽ കണ്ട കാട്ടിപ്പോയി കിടക്കേണ്ട വരും. പിന്നെ കാട്ടിൽ നിന്ന് കയറി ആശുപത്രിയാവും. പിന്നെ ആശുപത്രിയിൽ നിന്ന് വീട്ടിൽ നിന്ന് ചീത്ത കേട്ട് അത് മതിയാകും. അതുകൊണ്ട് കണ്ടും നോക്കിയും പോയാൽ നമുക്ക് ചെറിയ കേൾക്കണ്ട അങ്ങനത്തെ കുറച്ച് ഗുണങ്ങളുണ്ട്. ഓക്കെ, നമ്മൾ സേഫായിട്ട് വണ്ടി ഓടിക്കണം. എനിക്ക് എത്ര പറയാനുള്ളൂ.
സേഫ് ആയാലും ആയില്ലും എന്തായാലും സൂക്ഷിച്ച് ഓടിക്കണം. അയ്യോ മാടുപ്പെന്ന് വെച്ച് അപ്പം ലിഫ്റ്റ് മേടിച്ച് പോയിട്ട് 10 രൂപയ്ക്ക് പോയിട്ട് വരേണ്ട കേസിന് ഇത്ര നേരെ ഒരു 5-10-15 മിനിറ്റ് അങ്ങോട്ട് പോയിട്ട് വരേണ്ട സമയമുള്ളൂ. അതിന് അരമണിക്കൂറൊക്കെ എന്നെ അവസ്ഥ പറഞ്ഞിരിക്കണേ. അത് എൻ്റെ ഇതുകൊണ്ട് സൈക്കിളിനെ പൂളെന്ന് ഓർത്ത് പോയതാ. പിന്നെ ഇമാതിരി പണിയായിട്ട് ഞാൻ ആഗ്രഹിച്ചില്ല. അല്ലെങ്കിൽ പോകുമ്പോൾ ലിഫ്റ്റ് അടിച്ച് പോവും, വരുമ്പം ബസ്സിന് കയറി വരും. അത് നടക്കും. വെച്ചാൽ സിറ്റിയിൽ നിൽക്കുമ്പോൾ ലിഫ്റ്റ് അടിക്കാൻ പറ്റില്ല. അതെങ്ങോട്ടൊക്കെയുള്ള വണ്ടിയെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അങ്ങനെ നിരപ്പ് എത്തി. അങ്ങനെ ഇറക്കത്തേക്ക് പോവുകയാണ്. ഇറക്കത്ത് വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ട്. പക്ഷേ ബ്രേക്കില്ലാത്ത സാധനം കൊണ്ട് ഞാൻ വീഡിയോ എടുത്താൽ അടിച്ചും തല്ലി നിലത്ത് കിടക്കുമ്പോൾ നിങ്ങൾ കാണേണ്ടി വരും. പിന്നെ ആകെയുള്ളൊരു ഫോണാണ്, ഇനി അതൊന്നും നശിപ്പിക്കാൻ കൊണ്ട് വയ്യ. അതുകൊണ്ട് ഇറക്കം കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബാക്ക് ടു ഒന്നും സംസാരിക്കാനൊന്നുമില്ല, പക്ഷേ സംസാരിക്കണമെന്നുണ്ട്. മാറല്ലേ. ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം ഒരു സാധനം അടിച്ച് ഇതൊക്കെ കൈ പിടിക്കാൻ നല്ല പാടാണ്, പിടിക്കാൻ നല്ല പാടാണ്. പിന്നെ അയ്യോ ഞാൻ പോയി ഫോണിൽ നോക്കുമ്പോൾ മാറിപ്പോവും. മടുത്തു ഗൈസ്, മടുത്തു, വെരി മടുപ്പ്. അങ്ങനെ വെച്ചാൽ സൈക്കിള് കഴിഞ്ഞു പോകണം. ഇവിടെ പിന്നെ കുഴപ്പമില്ല എന്നൊക്കെ കുഴപ്പമില്ല. അതിന് കുറേ വണ്ടിയുടെ ഓണോടടിക്കുമ്പോൾ ഇത് പരമാനത്തൊരു സുഖം. വളവാണ് വരാൻ പോണേ. ഉണ്ടോ ഒരു വളവ്, അത് എന്നാ പറയാൻ, ഇങ്ങനെ പോകണം എന്നല്ലേ. പക്ഷെ ഇവിടെ ഇങ്ങനെ കയറ്റുകാർക്കും നട്ടുപോയി ഇടയിൽ ചാവുണ്ടെങ്കിൽ പെട്ടെന്ന് സരിപ്പുറം ആടി പൊളിഞ്ഞിറക്കോ അങ്ങനെ നടക്കാം. കണ്ടോ, പോട്ടെ കയറി പോട്ടെ, നമ്മൾ തടയാൻ നിൽക്കുന്നില്ല. കയറി പോട്ടെ. വീണില്ല എത്ര വരാവുള്ളൂ. പിന്നെ വീഡിയോ അവസാനിക്കാൻ പോവുകയാണ്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഷെയർ, ലൈക്ക്, സബ്സ്ക്രൈബ് ഒക്കെ മസ്റ്റ് സബ്സ്ക്രൈബായിട്ട് ചെയ്യണം. നിങ്ങളൊന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് തരുവാണെങ്കിൽ എനിക്കൊരു സന്തോഷമായേനെ. വെരി സന്തോഷമായി. ഓക്കേ, അപ്പം പറഞ്ഞ പോലെ തന്നെ ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടച്ച് നിർത്തുകയാണ്. ബൈ, അടുത്ത വീഡിയോയിൽ കാണാം.